യുദ്ധക്കൊതിയുടെ കാര്യത്തിൽ ആധുനിക കാലത്തെ ഒരു ദുര്യോധനനോ അതോ സ്വന്തം വംശം മുടിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ശിശുപാലനോ ആയി ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു എന്നത് പറയാതെ വയ്യ. മഹാഭാരത യുദ്ധത്തിലെ രക്തദാഹികളെ പോലെ ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം തന്നെ തൂത്തെറിയാതെ അടങ്ങില്ലെന്ന വാശിയിലാണ് ട്രംപ്. ഇതോടെ പശ്ചിമേഷ്യൻ മണ്ണിൽ 8ാം ദിവസവും യുദ്ധാഗ്നി ആളിപ്പടരുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ചങ്കിലേക്ക് ആഴ്ത്തിയിറക്കിയ ഓരോ മിസൈലുകളും കേവലം ഒരു ആക്രമണത്തെയല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ തകർച്ചയുടെ തുടക്കമാണോ എന്ന ഭീതിയിലാണ് ലോകം. ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടും ആ വിപ്ലവത്തിന്റെ വീര്യം തെല്ലും കുറയാതെ പ്രതിരോധം തുടരുന്നത് ലോകത്തെ അമ്പരപ്പിക്കുകയാണ്. കൊല്ലപ്പെട്ട ഖമേനിയുടെ എക്സ് അക്കൗണ്ട് ഇപ്പോഴും സജീവമായിരിക്കുന്നതും അതിലൂടെ വരുന്ന വെല്ലുവിളികളും ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഇറാൻ പറയുന്നത് ഒന്നേയുള്ളൂ, ഇത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. കത്തിക്കരിഞ്ഞ് ഇല്ലാതായാലും കൂടെ ശത്രുവിനെയും ഞങ്ങൾ ചാരമാക്കും. ഈ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണക്ക് കൂട്ടലുകൾ യഥാർത്ഥത്തിൽ ഓരോന്നായി പിഴക്കുകയാണ്. ഇറാനിലെ പുതിയ പരമാധികാരിയെ അംഗീകരിക്കില്ലെന്ന് അമേരിക്ക തുറന്നു പറയുമ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും അവർ പുച്ഛിച്ചു തള്ളുകയാണ്. പരിപൂർണമായ കീഴടങ്ങലും ഇറാനെ മതഭരണ സമ്പ്രദായം ഇല്ലാതാക്കലും മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ സ്വത്വത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണെന്ന് വ്യക്തമാണ്. എന്നാൽ ട്രംപ് അറിയേണ്ട ഒന്നുണ്ട്, ആയുധങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ ആത്മവീര്യത്തെ കീഴ്പ്പെടുത്താനാവില്ല. ഇന്നത്തെ ആക്രമണങ്ങൾ മുൻപത്തതിനേക്കാൾ ഭീകരമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ പിശാച് എന്ന് വിളിക്കപ്പെടുന്ന B-1 ബോംബറുകൾ ബ്രിട്ടനിൽ എത്തിക്കഴിഞ്ഞു. ഒരേ സമയം 34 ടൺ ബോംബുകൾ വർഷിക്കാൻ ശേഷിയുള്ള ഈ രാക്ഷസ വിമാനങ്ങൾ ടെഹ്റാനെ നരകതുല്യമാക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതിനു പുറമെ USS ജെറാൾഡ് ഫോൾഡ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ കരിങ്കടലിലേക്ക് നങ്കൂരമിട്ടതും ഒരു വൻ തിരിച്ചടിയുടെ സൂചനയാണ്. ബ്രിട്ടൻ ആദ്യം മടിച്ചു നിന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും അമേരിക്കയോടൊപ്പം ചേർന്ന് യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. B-1 മാത്രമല്ല, B-2, B-52 ബോംബറുകളും ബങ്കർ ബസ്റ്ററുകളും ഇറാന്റെ നെഞ്ചിലേക്ക് വീഴാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ വലിയ ആയുധങ്ങൾ കാണുമ്പോൾ ട്രംപിന്റെ യുദ്ധക്കൊതി പാരമ്യത്തിലെത്തിയെന്ന് നമുക്ക് തോന്നിയേക്കാം. എങ്കിലും മറ്റൊരു വസ്തുത ഇറാൻ അല്പം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. തങ്ങൾ നേരിടുന്ന ഓരോ പ്രഹരത്തിനും മറുപടിയായി GCC രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ അവർ മിസൈൽ വർഷം തുടരുകയാണ്. റിയാദും ഖത്തറും ബഹ്റൈനുമെല്ലാം ഇറാന്റെ മിസൈലുകളെ ഭീതിയോടെയാണ് നോക്കുന്നത്. ബഹ്റൈനിലെ ഹോട്ടലുകളും റെസിഡൻഷ്യൽ ടവറുകളും തകർന്നപ്പോൾ ബ്രിട്ടൻ സൗദി അറേബ്യയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇറാൻ പ്രസിഡന്റിനെ വിളിച്ച് പിന്തുണ അറിയിച്ചതും ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതുമായ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അത് പാശ്ചാത്യ രാജ്യങ്ങളെ നല്ലോണം വിയർപ്പിക്കുന്നുമുണ്ട്. ശത്രുവിനെ ചാരമാക്കാതെ തങ്ങൾ അടങ്ങില്ലെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ ഈ യുദ്ധം മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതി പോലും ശക്തമാണ്. അമേരിക്കയുടെ ഭാഗത്ത് യുദ്ധത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഉന്മേഷം ഇപ്പോൾ പതുക്കെ ഇല്ലാതാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 8ാം ദിവസവും ഇറാൻ തകരാതെ നിൽക്കുന്നത് ട്രംപിന്റെയും ഇസ്രയേലിന്റെയും ആത്മവിശ്വാസം നന്നേ കെടുത്തുന്നുണ്ട്. ഈ കളി ട്രംപ് നിർത്തണമെന്ന മുറവിളി അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട്. സ്വന്തം മണ്ണിൽ നിന്ന് പൊരുതുന്ന ഇറാന് ഒന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ അങ്ങ് ദൂരെ ഇരുന്ന് യുദ്ധം നയിക്കുന്ന ട്രംപിന് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് താനും. ആയുധങ്ങളുടെ ശക്തി കൊണ്ട് ആത്മാഭിമാനത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന വലിയ സത്യമാണ് പശ്ചിമേഷ്യയിൽ നാം കാണുന്നത്. ട്രംപിന്റെ യുദ്ധക്കൊതിയും ഇറാന്റെ അതിജീവന പോരാട്ടവും തമ്മിലുള്ള ഈ വലിയ പോരാട്ടം മാനവികതയ്ക്ക് തന്നെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇറാനെ ചുട്ടരിക്കാൻ അമേരിക്കൻ ബോംബറുകൾ പായുമ്പോൾ ആ അഗ്നിയിൽ അമേരിക്കയുടെയും ലോകത്തിന്റെയും തന്നെ സമാധാനമായിരിക്കും ഒരുപക്ഷെ വെന്തുരുകുക. മരണം മുന്നിൽ കണ്ടും പൊരുതുന്ന ഇറാൻ തങ്ങൾ ഇല്ലാതായാലും കൂടെ ശത്രുവിനെ കൂടി കൊണ്ടുപോകുമെന്ന വാശിയിലാണ്. ഇത് വിവേകത്തിന്റെ കാലമല്ല, മറിച്ച് ആയുധങ്ങളുടെ ഉന്മാദത്തിന്റെ കാലമാണ്. ട്രംപ് ഈ കളി അവസാനിപ്പിക്കാതിരുന്നാൽ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തത്തിനാവും നാം സാക്ഷ്യം വഹിക്കേണ്ടി വരിക. സമാധാനമെന്ന വാക്ക് ആയുധപ്പുരകളിൽ ഒളിപ്പിച്ചു വെച്ച് വിനാശത്തിന്റെ വിത്ത് പാകുന്ന ഈ യുദ്ധക്കൊതി അവസാനിപ്പിക്കാൻ വൈകിയാൽ ബാക്കിയുണ്ടാകുന്നത് വെറും ശ്മശാനങ്ങൾ മാത്രമായിരിക്കും.